സാറേ, തൽക്കാലം ഈ അന്വേഷണം ഒന്ന് നിർത്തിവെക്കും സാറേ. എന്തുണ്ടെങ്കിലും നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. എല്ലാം ഒന്ന് സമാധാനമാകട്ടെ സാർ. അമ്മേ, സാറേ, എന്ത് പറ്റി സാറേ? സുഭാഷ് സാറേ! സുഭാഷ്, മേഡം, സുഭാഷ്, മേഡം, സംഭവം കണ്ട ഷോപ്പിൽ ബോധം കിട്ടാം. മേഡം, പ്ലീസ്. നിമിഷ, മേഡം, പറയണോ? അകത്ത് തരണ്ട, സർ, അകത്ത്. പ്ലീസ് സർ, പ്ലീസ്, പ്ലീസ്, പറയുന്നത് കേക്ക്. പ്ലീസ്, ഒന്ന് ക്ഷമിക്ക്, സർ, ഒന്ന് പ്ലീസ്. ക്ഷമിക്ക്. പ്ലീസ്, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിക്കും. കേറി വാണോ? സർ, അകത്തോട്ട് വന്നാട്ടെ. എങ്ങോട്ടാ മോളെ കൊണ്ടുപോകുന്നത്? 1 2 കണ്ണു കുത്തിയിരിക്കുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. ഏ? ആ, നമ്മള് വീട്ടിലെത്തി. ചെല്ല് ചെല്ല്. ആ. അയ്യോ, ആരാ നിങ്ങള്? അമ്മേ,
ഗണപതി ഹോമം നടക്കുന്നതിനിടയിൽ ഗ്യാസ് ഊറ്റിയും കെറോസിനും ഒക്കെ അടുത്തടുത്തായിരുന്നത്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് സമീപത്തുള്ള വീട്ടുകാരും അറിഞ്ഞില്ല. സർ, ആക്ച്വലി സാറ് മീഡിയയിൽ പറഞ്ഞ പോലെ അവിടെ ഉണ്ടായത് ഫയർ ആക്സിഡൻ്റ് അല്ല, അവരെ ആരോ കൊന്നതാണ് സാർ. ആ ക്രിമിനൽസ് ആരാണെന്ന് വരെ എനിക്ക് നന്നായിട്ടറിയാം. ആയിരിക്കാം. എവിഡൻസ്? സർ, ഐ ക്യാൻ പ്രൂവ് ഇറ്റ് സർ. കൊല ചെയ്യുന്നവന് തെളിവ് നശിപ്പിക്കാൻ അറിയില്ലേ? ഇതുപോലെയുള്ള കേസുകളിലെല്ലാം സാക്ഷികൾ കൊല്ലപ്പെട്ടതായി പിന്നീട് കേട്ടിട്ടില്ലേ? ഇതെല്ലാം പേപ്പറിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാ. വലിയ ഇഷ്യൂ ആവുമ്പോൾ ടി വിയിൽ ഒരു ദിവസം അന്തിച്ചർച്ച, അത്രേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചതെന്നൊരു വാർത്ത തന്നെ. ഡബിൾ 555 കിട്ടുമെന്ന് നോക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടണം, തനിയെ ഓടാൻ പോയാ നമ്മൾ കാണാതാവും. അറിയില്ലേ, ഇൻസ്പെക്ടറാ. ഒരുത്തിനെ ഒറ്റ പ്രാവശ്യം കൊല്ലാവുള്ളടാ. ഓ നീങ്ങി വന്നേ. ഓ, ഞാൻ പറഞ്ഞ പോലെ കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ വല്ലതും സംഭവിക്കായിരുന്നു. വണ്ടി എടുക്കുമ്പോ നല്ല കളറാണ്, എനിക്ക് ഇഷ്ടായി. ഞാൻ കുറച്ച് ലേറ്റായി, സോറി. അതൊന്നും സാരമില്ലെന്നേ. പ്രോപ്പർ അപ്പോളജി ലെറ്ററുമായിട്ട് എന്നെ ഒന്ന് കാണാം. അതേ സ്റ്റേഷനിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. പക്ഷെ ആരെയും ശല്യപ്പെടുത്താതെ അവിടെ ജോലി ചെയ്യണം. ഓ, എടാ ഭുവൻ, അവനെയും ആ പെണ്ണിനെയും വെറുതെ വിട്ട് എന്തിനാന്ന് പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെയും കൂടി അതിൻ്റെ അകത്തിട്ട് കത്തിച്ചേനെ. പക്ഷേ ഞങ്ങളത് ചെയ്യാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ബാക്കി വെച്ച ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് നീ നീറി നീറി മരിക്കണം. നിന്റെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പാർവതിയാണെന്ന് നീ മനസ്സിലാക്കണം. ഗെറ്റ് ലോസ്റ്റ്. നടി പുഷ്പ ആരോ സെക്സ് ടോർച്ചർ ചെയ്തെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുക. അതാ മൊത്തം മീഡിയം വന്നിരിക്കുന്നത്. വാ 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 മോളെ. അനു, മോളോടിക്ക് എങ്ങും പോവല്ലേ? സർ, എന്റെ ഓർഡറെല്ലാം അനുസരിച്ചിരുന്നെങ്കിൽ ഇതേപോലെ വന്നിങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് IPS കിട്ടാൻ പോകുന്നില്ല. നിന്റെ ഈ വേദന ഒരു ശത്രുവിന് പോലും ഉണ്ടാവരുത്. എൻ്റെ വേദന എൻ്റെ ശത്രുവിനും ഉണ്ടാവണം. അപ്പോളജി ലെറ്റർ ചോദിച്ചാ റെസിഗ്നേഷൻ ലെറ്റർ എഴുതിക്കൊണ്ട് വന്നിരിക്കണോ? നിന്റെ തലക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തുണ്ടായിരുന്നു. ഒബേദി ഓർഡർ എന്ന് കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നത്. ഇപ്പം അത് മാറി. റിസൈൻ ചെയ്തിട്ട് പോലീസ് വേഷം അഴിച്ചു വെച്ചത് എന്ത് ചെയ്യാൻ പോകുന്നു? ജോലി ചെയ്യാൻ പോകുന്നു. യൂണിഫോം ഇട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി യൂണിഫോം അഴിച്ചു വെച്ച് ചെയ്യാൻ പോവുക. അതിന് പോലീസിൻ്റെ പവർ ആവശ്യമില്ല, പോലീസിൻ്റെ ബുദ്ധി മതി സർ. ചന്ദ്രൻ സാർ, സർ. ഇവൻ സംസാരിക്കുന്ന കേട്ടില്ലേ? സുഭാഷ് പറയുന്നതനുസരിക്ക് പ്ലീസ്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാനിപ്പോൾ പോലീസല്ല, പബ്ലിക്. ആൻഡ് യു ആർ എ പബ്ലിക് സർവൻറ്റ്. എൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന വേലക്കാരൻ. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം, മനസ്സിലായില്ലേ?
ഒബേ ദി ഓർഡർ എന്നാ പറഞ്ഞത്. വാട്ട്? ഒബേ ദി ഓർഡർ ആൻഡ് സെറ്റ്. സുഭാഷ്, ഏയ് ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. പോലീസ് സ്റ്റേഷൻ ഒരു അമ്പലം പോലെയാണെന്നാണ് വിചാരിച്ചിരുന്നത്. നിന്നെപ്പോലുള്ളവരാണ് അതിൻ്റെ പവിത്രത കളയുന്നത്. പക്ഷെ ജനങ്ങൾക്കിപ്പോഴും വിശ്വാസമാണ്, ഒരു പരാതിയായിട്ട് വന്നാൽ നീയൊക്കെ അത് പരിഹരിച്ചു കൊടുക്കുമെന്ന്. കൊല്ലണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൊല്ലണം. പക്ഷെ ഞാൻ കൊല്ലില്ല. ഓമനിച്ച് വളർത്തിയ അച്ഛന്മാരെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിക്കും. ഞാനതെങ്ങനെ ചെയ്യുമെന്ന് വല്ല സംശയമുണ്ടോ? വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിക്കാം. അടുത്ത 5 സെക്കൻഡിനകം ആ കളക്ടർ നിങ്ങളെ അന്വേഷിച്ചു വരും. എൻ്റെ മോനെ കാണുന്നില്ല എന്ന് പറയും. അപ്പം വിശ്വസിച്ചാൽ മതി. 1 2 3. ശാരംഗൻ, സർ, ഗുഡ് ലക്ക്. സുഭാഷ്, എടോ എന്റെ മോനെ കാണുന്നില്ല. സർ, നിങ്ങളുടെ മകൻ ഇങ്ങോട്ടൊന്നും എന്തൊരു വന്നിട്ടില്ലല്ലോ. ചോദ്യമാണോ ഇത്? ഇവിടെ ഉണ്ടെന്ന് മെസ്സേജ് വന്നല്ലോ. അഞ്ച് മിനിറ്റ് മുമ്പ് മെസ്സേജ് വന്നത്. ഇതാ എന്റെ മോനിതാ. ഇത് നമ്മുടെ ബിൽഡിങ്ങിലെ കാർ പാർക്കിംഗ് തന്നെയല്ലേ? ഓ ഗോഡ്. മോനെ, Open the door. മോനെ, ഉവ്വൻ. മോനെ, ഉവ്വൻ. ഡോറ് തുറക്കണം. ഉവ്വൻ, ഡോറ് തുറക്ക്. ഉവ്വൻ. Door തുറക്കാൻ. അയ്യോ കത്തുന്നു, കത്തി. എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്. മാറി നിൽക്ക്. അയ്യോ മോൻ. അയ്യോ മോൻ. മാറി നിൽക്ക്. എന്റെ മോൻ. വേഗം തീ അടയ്ക്കാൻ നോക്ക്. മോനെ, മോനെ, പെട്ടെന്ന് അവിടെ. Fast. മോനെ, മോനെ. പെട്ടെന്ന്. എന്റെ മോനെ.